നമസ്കാരം. കണച്ചിപ്പരുതിയിലാണ്, പാലക്കാട് ജില്ലയിൽ കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ കണച്ചിപ്പരുത എന്നൊരു പ്രദേശമുണ്ട്. അതായത് ഇവിടെ ഒരു ഹൈ റേഞ്ച് സ്ഥലമുണ്ട്, പാലക്കുഴി. അവിടേക്ക് പോണ പോക്കിൽ റൈറ്റ് സൈഡിലൊരു യൂസഫ് ഖാൻ്റെ ചായക്കടയുണ്ട്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയാം. നമസ്കാരം, ഞാൻ രാഹുൽ വാണിയമ്പാറയാണ്. അതായത് യൂസഫ് ഖാൻ്റെ ചായ കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ചായ കുടിച്ച ആളുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് കുറേ വർഷങ്ങളായി ഇവിടെ ചായ കട തുടങ്ങിയിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഈ പ്രദേശങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ വരുമ്പോൾ, ആദ്യകാലത്തൊക്കെ വാർത്തെടുക്കാനൊക്കെ വരുമ്പോൾ കുറച്ച് കൊല്ലങ്ങൾക്കൊക്കെ മുമ്പ് യൂസഫക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമസ്കാരം യൂസഫക്ക, എന്താണ് വിശേഷം? ചായക്കട വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അതല്ലേ, എത്ര കൊല്ലമായി നമ്മളിവിടെ ചായക്കട തുടങ്ങി? ഞാനിവിടെ 23 വർഷമായി ഇവിടെ തുടങ്ങിയിട്ട്. അങ്ങനെ എണ്ണക്കടി, ബോണ്ട, ഉള്ളിവട, പരിപ്പുവട, നെയ്യപ്പം, പഴംപൊരി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കടികളാണ് കൂടുതൽ കൊടുക്കാറില്ലേ? അതുപോലെ ചായ, സ്പെഷ്യൽ ചായ നമ്മൾ ഈ പാലൊക്കെ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? സൊസൈറ്റി പാല്, ശുദ്ധമായ പാലിൽ അടിപൊളി ചായ കുടിക്കണമെങ്കിൽ യൂസഫ് ഖാൻ്റെ കട വരും. വടക്കഞ്ചേരിയിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ അല്ലേ? ഇത് വീട് ചെയ്യാന്ന് വെച്ചാലേ ഒരുപാട് മിനിസ്റ്റേഴ്സ്, അതായത് ഇവിടെ പാലക്കുഴി, പിന്നെ പാത്രക്കണ്ടല്ലേ, അപ്പോൾ പാത്രക്കണ്ടം എന്നീ ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകൾ മുഴുവൻ ഇവിടെ വന്നിട്ടാണ് ചായ കുടിച്ചിട്ട് പോവുക. അപ്പോൾ ഞാനും നമ്മുടെ മന്ത്രിയുടെ ഒപ്പമൊക്കെ വന്നിട്ട് ഇവിടെ ചായ കുടിക്കേണ്ട അവസ്ഥയുണ്ട്. നമ്മുടെ പോപ്പിച്ചേട്ടാ വാ. അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ടുണ്ടാവും അല്ലേ? നിരവധി ആളുകൾ, പ്രത്യേകിച്ച് ഇങ്ങനെ ഓരോരോ ഉദ്ഘാടനത്തിനും മറ്റും കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ആളുകൾ. ഈ കടയിൽ നിന്ന് MLA കുടിച്ചിട്ടുണ്ട്, മന്ത്രി കുടിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ നിന്ന്. ഞാൻ കൊറോണ സമയത്തൊക്കെ ഇവിടെ ചായക്കട നടത്തിക്കൊണ്ടിരുന്നു. അതല്ലേ, ഇപ്പോൾ എപ്പോഴാണ് സമയം ചായക്കട തുറക്കാൻ? സമയം 2:30 തുറക്കും. 2:30. അപ്പോൾ ആദ്യമൊക്കെ നേരത്തെ വെളുപ്പിന് 5 മണിക്കൊക്കെ തുറക്കാറുണ്ട്. ആൾക്കാരെ കുറവായതുകൊണ്ട് കൊറോണ വന്നേ പിന്നെ ആൾക്കാരില്ല. എന്ത് ജോലിയാണ് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ചായക്കട തന്നെയായിരുന്നു? നേരത്തെ ഫസ്റ്റ് എനിക്ക് ടാപ്പിംഗ് ആയിരുന്നു. പിന്നെ ടാപ്പിംഗ് കഴിഞ്ഞിട്ട് വന്ന് ഉച്ച കഴിഞ്ഞ് കട തുറക്കും. അങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ 2 മക്കളാണ്, ഒരാണ് ഒരു പെണ്ണും. അതെ, തൊട്ടടുത്ത് തന്നെയാണ് വീട്? തൊട്ടടുത്ത് തന്നെ. മകൻ സംസാരിക്കുന്നതല്ല. അതല്ലേ. അപ്പോൾ ഇതിലേ വരുന്നവർ യൂസഫ് ഖാൻ്റെ ചായക്കടയിൽ കയറുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് വാണിയമ്പാറയിലുണ്ടായ ആളാണ്. വാണിയമ്പാറ ആളാണ്. നമസ്കാരം. എന്തായാലും വാണിയമ്പാറക്കാർ ഒന്നും കൂടി കയറട്ടെ. റഷീദല്ലേ? റഷീദ്. എവിടെയാണ് താമസം? ഇപ്പോൾ ഞാൻ ഇവിടെ കണച്ചിപ്പരുതി. എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് ചാടി മനസ്സിലായി. നമ്മുടെ ചാനൽ മുഖേനയും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുക. എന്തായാലും എന്താണ് ഇപ്പോൾ ജോലി ചെയ്യണേ? ഇപ്പോൾ പശുവളത്തിൽ ലോഡിങ് പണി വിറ്റു. ഇപ്പോൾ കർഷകനായിട്ട് അങ്ങോട്ട് ജീവിക്കുകയാണ് അല്ലേ? എന്തായാലും എങ്ങനെയുണ്ട് ഇക്കാരുടെ ചായയൊക്കെ പിടിക്കാൻ വരാറുണ്ടോ? ആള് നേരത്തെ ചായയും കടിയൊക്കെ 5 രൂപയായിരുന്നു. 5 രൂപ 10 ആക്കിയിട്ട് കുറച്ചങ്ങോട്ട് ആയിട്ടുള്ളൂ. 1-2 വർഷം അത്രേ ആയിട്ടുള്ളൂ. നല്ല തിരക്ക് ഉണ്ടല്ലേ. നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു പ്രദേശത്തെ വാർഡ് മെമ്പർ, അതായത് സകലമാന കാര്യങ്ങൾ അന്വേഷിക്കുന്നത് നമ്മുടെ സുഹൃത്താണ് കേട്ടോ. പരിചയപ്പെട്ട് ഞങ്ങൾ വലിയ സുഹൃത്തായി. ഇപ്പോൾ ആള് നമ്മൾ വിളിച്ചപ്പോൾ ഞാൻ മണ്ണൂത്തിന്ന് തന്നെ ആള് യൂസഫ് ഖാന്റെ കട കണ്ടപ്പോൾ ചായ ഒരു സ്പെഷ്യൽ സ്റ്റോറി ചെയ്യാൻ വന്നത്. നമ്മുടെ വാർഡിലെ സ്പെഷ്യൽ കടയാണ് യൂസഫ് ഖാന്റെ കട. വളരെ വർഷങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്നൊരു കടയാണ്. എല്ലാ ദിവസവും ഇവിടെ ബോണ്ട ഉണ്ടാവും, പ്രത്യേക കടികളൊക്കെ ഉണ്ടാവും. ധാരാളം ആൾക്കാർക്ക്, ഈ പ്രദേശത്തേക്ക് പോകുന്ന ധാരാളം ആൾക്കാർക്ക് ഒരു അനുഗ്രഹമായി നിൽക്കുന്ന രീതിയിലുള്ള ചായക്കടയാണ് ഈ കട. കാരണം പലപ്പോഴും അല്ലേ നമ്മള് മിനിസ്റ്റേഴ്സൊക്കെ ഓരോ പരിപാടികളൊക്കെ വരുമ്പോഴേക്കും ആരും ഉണ്ടാവില്ല, മാത്രമേ ഉണ്ടാവാറ്. പാലക്കുടി ടൂറിസ്റ്റ് മേഖല ആയതുകൊണ്ട് ശനിയും ഞായറും നിരവധി വണ്ടികളാണ്. ഇന്നലെ പൊതു ഹർത്താലായതുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇന്നലെ ഇതിലെ വന്നു പോയത്. സ്കൂട്ടിയിലും അതുപോലെ കാറിലും ഒക്കെ ആയിട്ട് ധാരാളം ആൾക്കാർ ടൂറിസ്റ്റ് മേഖലയിലേക്ക് ഇതിലെ വന്നു പോകുന്നത്. അവരൊക്കെ ഇവിടെ ഇറങ്ങി ചായ കുടിച്ചിട്ടാണ് പോകാറുള്ളത്. വൈകുന്നേരം ആകുന്ന ചായയും കടികളൊക്കെ എല്ലാ ദിവസവും കഴിയുന്ന ഒരു രീതിയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും യൂസഫ് ഖാൻ്റെ ചായ കുടിച്ചവരുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ പാലക്കുഴി ഈ നാട് കാണാൻ വരുന്നവർ ജസ്റ്റ് ഒന്ന് കയറുക, ചായ കുടിക്കുക. ഞങ്ങൾ വീഡിയോ വടക്കഞ്ചേരി അപ്ഡേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊന്ന് മെൻഷൻ ചെയ്ത ആളോട് പറയുക. ഓക്കെ, ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളും അതേപോലെ നാട്ടിന് പുറത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.